ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഷീനയാണ് കേട്ടോ. ഇന്ന് രാവിലെ വീട് ഭരണം ഇക്കാടെ കയ്യിലായിരുന്നു. എനിക്ക് വയ്യ, പനി പിടിച്ച് കിടപ്പിലായപ്പോൾ തീരെ എണീക്കാൻ വയ്യാതായപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനിട്ട് വെക്കുക. അപ്പോൾ രാവിലെ അവർക്ക് 8:35-40 വണ്ടി വരും. അപ്പോൾ അപ്പോഴേക്കും എല്ലാം ആക്കൽ ഒരു ടാസ്ക് തന്നെയാണ്. ഫൈമോൻ കടയിൽ പോയിട്ട് അവന് സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് വന്നപ്പോൾ അത് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. ഫൈമോനും കുഞ്ഞും എല്ലാം മടക്കാൻ ഇടങ്ങേറാക്കി. എന്നിട്ട് എന്നോട് പറഞ്ഞു, വെറുതെ അല്ല നിനക്ക് രാവിലെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ ദേഷ്യം വരുന്നത്, എന്തൊക്കെയാണെങ്കിലും ദേഷ്യം വരുന്നത്. ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടിയിട്ട് ഇവരിനെയും കൊണ്ടാണല്ലേ എന്ന്. അപ്പൊ രണ്ടാൾക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അവരിനെ ഏകദേശം ഇതാക്കി. കുഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ മുടി ഒറ്റയ്ക്ക് കെട്ടാന്ന് പറഞ്ഞിട്ട് ശ്രമിച്ചു നോക്കണം കേട്ടോ. നമുക്ക് വയ്യല്ല, ഞാൻ മുടി ഒറ്റയ്ക്ക് കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് ശ്രമിച്ചു നോക്കണ് കേട്ടോ. ഭൂതം പോലെ ഉണ്ട്. അപ്പോൾ മുടി എന്നിട്ട് കെട്ടാനൊന്നും ആൾക്ക് പറ്റിയില്ല, ഞാൻ തന്നെ കെട്ടിക്കൊടുക്കേണ്ടി വന്നു. ഈ കഥ വെള്ളക്കാക്കി ഇനി അടുത്തത് സ്നാക്സ് ആക്കണം. ഇന്ന് മിച്ചർ വേണം പറഞ്ഞിട്ട് ഫൈമോൻ ഒരേ വാശി. ഇനിയിപ്പോ എനിക്കും വയ്യാത്തതല്ലേ, അവനെ കരഞ്ഞു കിട്ടിയാ പിന്നെ ആകെ അടങ്ങേറാവും. സ്കൂളിൽ പോകുമ്പോ ഇക്ക മൊത്തം അടങ്ങേറാവും. അപ്പൊ കരയിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്ക 20 രൂപ കൊടുത്ത് തൊട്ട് കടയിൽ പോയിട്ട് അവൻ തന്നെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ മിച്ചർ കണ്ടപ്പോ കണ്ടോ സന്തോഷം കണ്ടോ, അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മിച്ചർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവളുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് ഇങ്ങടെ എനിക്ക് എടുപ്പാന്ന് പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ രാവിലെ അവർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പാല് വാങ്ങിച്ചിട്ട് പാൽ ചായ കൊടുക്കാന്ന് വിചാരിച്ചു. പാക്കറ്റ് പാലല്ല, ഇന്ന് നമ്മൾ പശുവും പാലാണ് വാങ്ങിച്ചത്. ഇവിടെ ഓട്ടോയിൽ കൊണ്ടുവരലുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് കുഞ്ഞു വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ ഇന്ന് പാൽച്ചായ കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ട് അവൻ പഞ്ചസാര നോക്കിയിട്ട് നിൽക്കണ്. ഇപ്പൊ പാൽച്ചായ ഉണ്ടാക്കുമ്പോ പഞ്ചസാരന്റെ ആൾക്കാരാണ് അവര്. അപ്പൊ പാല് കൊടുത്തു വിടാ. സ്കൂളിൽ ഭക്ഷണം ഉണ്ട് കേട്ടോ. അവിടെ രാവിലെ ഉച്ചയ്ക്ക് എല്ലാം ഭക്ഷണം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാത്ത പോലെ നമുക്ക് അമ്മമാർക്ക് ടെൻഷൻ അടിക്കേണ്ട. അവിടെ നല്ല ഭക്ഷണം ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട്. അപ്പൊ സമാധാനത്തിൽ നമുക്ക് വിടാം. എന്നാലും എനിക്ക് അത് ഫഹിമോ കഴിക്കില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് പോയി കഴിക്കില്ല. അവള് വിശന്നാൽ ചിലപ്പോൾ പോയി കഴിക്കും. ഇവന് ഭയങ്കര മടിയാണ്, ഇവൻ കഴിക്കില്ല. അപ്പൊ എനിക്ക് ടെൻഷൻ. അപ്പൊ എന്തായാലും രാവിലെ അവർ പോണതിന് മുമ്പ് അവർക്കുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവർക്ക് ഞാൻ കൊടുത്തിട്ടേ പറഞ്ഞു വിടുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിനൊരു സമാധാനമല്ലേ, അവർ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോയാൽ ഒരു മനസ്സമാധാനമല്ലേ. ഇവളാള് മടിച്ചാണ്, ഇവള് ഒന്നും കഴിക്കാൻ ഭയങ്കര മടി. ഇന്നിപ്പോ ഇവിടെ ഇല്ലാന്നും കൂടെ പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സമ്മതിച്ചില്ല. അങ്ങനെ അത് അവരുടെ ബാഗൊക്കെ റെഡിയാക്കി വണ്ടി വരാനായി. അപ്പൊ ഫൈമോന് പോണ നേരത്ത് എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ചെറിയൊരു മുഖമൊക്കെ വാടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സമാധാനിപ്പിച്ച് ബാഗൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ അവനിക്ക് ഞാൻ പോണം, ടാറ്റ പറയണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ബാഗൊക്കെ തൂക്കിയപ്പോൾ ആള് പോവാണ്. ചെരുപ്പ് ഇട്ടിട്ടില്ല, ചെരുപ്പ് മറന്നു. അങ്ങനെ ഇതാ വണ്ടി സൗണ്ട് കേട്ടപ്പോ ഒരേ ബേജാറിൽ ഓടുകയാണ്. കുഞ്ഞു ചെരുപ്പിന്റെ വള്ളിയൊന്നും ഇടാതൊക്കെ ചീത്ത അറിയായിരുന്നു, അത് ഇട്ടിട്ട് വീഴും പറയായിരുന്നു. അങ്ങനെ ഇക്ക പോകുന്നുണ്ട് കേട്ടോ അവരെ ആക്കാൻ. അവിടെ കയറ്റത്തിലാണ് വണ്ടി വരുള്ളൂ കേട്ടോ. എന്തായാലും നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങി വരില്ല, കയറ്റത്തിലാണ് വണ്ടി വരുള്ളൂ. അപ്പൊ അവിടെ വരെ ഒന്ന് പോയി ആരെങ്കിലും ഒരാൾ പോയാൽ അവർക്കൊരു സന്തോഷമാണ്. അപ്പൊ ഇക്കയാണ് ഇന്നും പോയത്. എനിക്ക് വയ്യാത്ത കാരണം ഇക്ക പോവാന്ന് പറയും. ഇക്ക നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയും ഇക്ക ഒരു സൈഡ് ബാലൻസ് പോവുകയാണ്. പുറമേന്ന് ഒരാൾക്ക് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇക്കാന്റെ നടത്തം വീഴോ എന്ന് തോന്നും. പക്ഷെ അൽഹംദുലില്ലാ വീഴൊന്നുമില്ല, ഒക്കെ സേഫായി നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ തീരെ വയ്യാട്ടോ, പനി പിടിച്ചു പോയി. പനി എന്താ പറയാ, ഓരോ ദിവസം പോകുന്തോറും എനിക്ക് ഓരോന്ന് വരും. ഒന്ന് കഴിയാൻ നിൽക്കണ്, അടുത്തത് വരാന്. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങളുടെ കാര്യങ്ങള്. ഞങ്ങള് കേട്ടിട്ടുണ്ട്, കഷ്ടകാലം വരുമ്പോ ഓട്ടോ പിടിച്ച് ഓരോന്നായി വരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ അങ്ങനെയാണ്. ഒന്ന് കഴിയാൻ സമയമില്ല, അപ്പോഴേക്കും അടുത്തത് ഓട്ടോ പിടിച്ച് ഞങ്ങളുടെ അടുത്തോട്ട് വരും. അപ്പോൾ ഒരു വെയ്യായി അത് ഏകദേശം 2 ദിവസമായിട്ടുള്ളൂ. എനിക്ക് ബ്ലീഡിങ് ഒക്കെ നിന്നൊന്ന് ക്ലിയർ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതാ പനി വന്നിരിക്കുന്നു. ജലദോഷ കാലാവസ്ഥ ആണെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഡോളോ കഴിച്ചപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. വെളിച്ചം കാരണം ജനലിൽ ഇപ്പൊ ഓക്കെയാണ്. ഡോളോ കഴിച്ചപ്പോൾ സമാധാനമുണ്ട്. പക്ഷെ ഇന്നലെ നല്ല പോലെ തീരെ വയ്യായിരുന്നു കേട്ടോ. രാത്രി ഒന്നും തീരെ വയ്യ. ശരീരം ജോയിന്റ് ഒക്കെ നല്ല വേദനയ്ക്കാണ്. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇക്ക കുട്ടികളെ ഒക്കെ കുറെ അമർത്തി തന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഉറങ്ങി. അപ്പോൾ രാവിലെ എണിക്കാൻ വൈകി. അപ്പോൾ അലാറം ഇക്ക ഓഫ് ചെയ്തിരിക്കുന്നു. മദ്രസ ഇല്ലല്ലോ, അപ്പോൾ അലാറം ഓഫ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എണീക്കാൻ വൈകി.
അപ്പൊ കുട്ടികളെ സ്കൂളിൽ വിടാൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സ്കൂളിൽ അവർക്ക് രാവിലെ ഭക്ഷണം ഉണ്ട്, എന്നാലും ഇവിടെ നിന്ന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ വിടുള്ളൂ. ഇന്ന് ആദ്യമായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. വെറും പാൽച്ചായ മാത്രമാണ് ഇക്ക ഉണ്ടാക്കി കൊടുത്തത്. ഭക്ഷണം കൊടുത്തില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. പാൽച്ചായ മാത്രം കൊടുത്തു. അവിടുന്ന് സ്കൂളിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിക്കും ആയിരിക്കും. അവള് പിന്നെയും വിശന്ന ഓടിപ്പോയി കഴിക്കും. ഫൈമോനാണ് കഴിക്കില്ല. അപ്പൊ ഫൈമോന് സങ്കടം കൊണ്ടാണ് ഞാൻ എന്തായാലും ഉണ്ടാക്കി കൊടുത്തിട്ടേ വിടുള്ളൂ. അപ്പൊ ഇക്ക എങ്ങനെയൊക്കെയോ അവരുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം ആക്കിയിട്ട് സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ ഇപ്പോ എനിക്ക് അവർക്ക് പാൽച്ചായ എടുത്ത് വിട്ടു. അപ്പൊ മാവുണ്ട്. അപ്പൊ ഇക്ക ദോശ ചുടുകയാണ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാന്. അപ്പൊ എന്താ അത്രയൊക്കെ ഉള്ളൂ. ഓരോ ദിവസം അതായത് മറ്റേ അതിന്റെ ബ്ലീഡിങ് കാരണം ഭയങ്കര ടയേർഡാണ് ശരീരം, തീരെ വയ്യ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ചെറുതായിട്ട് വരികയാണെങ്കിൽ പോലും ശരീരത്തിന് തീരെ വയ്യ, നല്ല ടയേർഡായി പോകുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനിയിപ്പോ എന്താ വേറെ എല്ലാം മിക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ പാത്രം കഴുകുക, അടുപ്പ് കത്തിച്ച് ചോറ് വെക്കുക, അതൊന്നും ഇക്കാക്ക് പറ്റില്ല. കണ്ണില് പുകയൊന്നും തട്ടാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോ മെല്ലെ ഇപ്പൊ കുട്ടികളൊക്കെ പോയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത്. കുട്ടികളൊക്കെ പോയിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോ മെല്ലെ എണിച്ച് ആ പാത്രം ഒന്ന് കഴുകണം. പിന്നെ ചോറ് ഒന്ന് വെക്കണം, അടുപ്പൊന്ന് തീ കത്തിച്ച് ചോറ് വെക്കണം. പിന്നെ എന്തെങ്കിലും ചമ്മന്തി എന്തെങ്കിലും അരച്ചിട്ടൊന്ന് കഞ്ഞി അങ്ങനെ ആവാം ഇന്ന് തീരുമാനിച്ച്. അപ്പൊ ഒക്കെ ദോശ ചൂടാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇക്ക ദോശയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇക്ക ചായ വെച്ചോ? ദോശ ഉണ്ടാക്കി, ചായ വെച്ചു. ഉഷാറായിക്കോണ്ടക്ക. ഇറങ്ങേറായൊക്കെ ഞാൻ വയ്യണ്ടായപ്പോ ഇല്ലേ? എന്നും ഞാൻ ചെയ്തു കൊടുക്കണല്ലേ. ഇന്നൊരു ദിവസം എന്തൊക്കെ ചെയ്തു തന്നു എനിക്ക്. നല്ല അപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാവ് ആട്ടിയത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഒരു ഇടങ്ങേറില്ല കേട്ടോ. അപ്പൊ എന്താ വെച്ചാ വേഗം എടുത്തിട്ട് ചെയ്യാലോ. ഞാന് ആട്ടുമ്പോ എന്താ പറയാ ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. അപ്പൊ മിക്സിയിലാണ്, നമുക്ക് ഗ്രൈൻഡർ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ മിക്സിയിലാണ് ദോശ ഇടത്തേ കൈയാണ് കേട്ടോ. കേട്ടോ, ഇടത്തേ കൈ കൊണ്ട് ദോശ ഉണ്ടാക്കുള്ളൂ, വലത് കൈ ഉപയോഗിക്കില്ല. അപ്പൊ മാവ് മിക്സിയിലാണ് ആട്ടുന്നത്. അപ്പൊ കൈയടിന്നു മേലുവേദനയും കൂടെ ഫോൺ പിടിക്കാൻ തീരെ പറ്റില്ല. അപ്പൊ എന്താ പറഞ്ഞെന്ന് അവർക്ക് കേട്ട് മതിയായിട്ടുണ്ടാവും. മിക്സിയിലാണ് ആട്ടുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്കൊരു 3 ദിവസം രാവിലെ ഉള്ള മാവുണ്ടാവും കേട്ടോ. എന്താണ്ടോ ബക്കറ്റ് 3 ദിവസത്തേക്കുള്ള മാവുണ്ടാവും. അപ്പൊ മാവുണ്ടെങ്കിൽ ഇതാ എനിക്ക് വയ്യാകെ അങ്ങനെ എന്തെങ്കിലും ആയാലും ടെൻഷനില്ല. ഇക്ക വേഗം എടുത്ത് ഇങ്ങനെ ദോശ ഉണ്ടാക്കും, അതുകൊണ്ട് ടെൻഷനില്ല. കുട്ടികൾ പോകുമ്പോഴേക്കും ഇക്കാക്ക് പറ്റിയില്ല. എനിക്ക് രാവിലെ എനിക്ക് തീരെ വയ്യ കേട്ടോ. എനിക്കതിനെ വയ്യ. അപ്പൊ ഉണ്ടാക്കി കിടന്നു ഞാന്. അപ്പൊ എന്താ അയ്യോ കൈ കടഞ്ഞിട്ട് വയ്യ. ഇക്കാക്ക് വലത്തെ കൈ പ്രശ്നമായതുകൊണ്ട് ഫോണ് പിടിക്കാന് ഇടങ്ങേറുണ്ട്. പിടിക്കാം. അപ്പൊ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലട്ടനല്ല, നമ്മുടെ വീഡിയോ സബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക. പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. മാക്സിമം വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനലില് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും അപ്പൊ ഇനി ഞങ്ങള് ദോശ കഴിക്കട്ടെ. ചമ്മന്തി ഒന്നും ഉണ്ടാക്കാൻ ഇക്കാക്ക് വയ്യ. അപ്പൊ പൊടി ഉണ്ട് കേട്ടോ, ഇഡ്ലിപ്പൊടി ഉണ്ട്. അപ്പൊ ഇഡ്ലിപ്പൊടി കൂട്ടിയിട്ട് ദോശ കഴിക്കുക, ചായയും. ഇനി ഉച്ചക്കേലേക്ക് എങ്ങനെയെങ്കിലും ഇത്തിരി കുഴപ്പമില്ല, ഗുളിക ഒന്ന് കഴിച്ചപ്പോ കുഴപ്പമില്ല. അപ്പൊ ഇനി അടുപ്പ് കത്തിച്ചിട്ട് ചോറും വെച്ച ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയ കഴിഞ്ഞു. പിന്നെ കുട്ടികൾ വന്ന് വൈകുന്നേരമല്ലേ, അപ്പൊ അവർക്ക് വൈകുന്നേരം മുട്ട എന്തെങ്കിലും കൊടുത്താ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ചേട്ടാ ബൈ. ഇനി എന്താ പാത്രങ്ങൾ കഴുകാനുണ്ട്, അത് കഴിക്കണം. അതിന്റെ ഒക്കെ പറ്റില്ല. എന്നിട്ട് ആള് ഇടത്തെ കൈ കൊണ്ടൊക്കെ ശ്രമിക്കും കഴുകാൻ, ഞാൻ സമ്മതിക്കില്ല. കഴുകണൊക്കെ പാത്രം കഴുകണോ? ചിരിക്കണ്.
അതാ കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ ഉള്ളത്, കുറച്ച് പാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ അതൊന്ന് കഴുകണം. പിന്നെന്താ അടിച്ചു വന്നതുണ്ടോ, കാറ്റ് കാരണം നല്ല പൊടി വന്നിട്ടുണ്ട്, കാറ്റ് കാരണം നല്ല കുപ്പ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം.